കഴുത്തിലൊക്കെ ഇങ്ങനെ ഇട്ട് എന്തായാലും പോയില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുള്ളി താഴോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ബൈബിളിൽ ഈ ബൈബിൾ തുറന്നു വെച്ചിരിക്കുകയാണ് ആ സമയത്ത്. അത് പുള്ളി പറഞ്ഞ ആരാണ് തുറന്നെന്ന് എനിക്കറിഞ്ഞു. തുറന്നിരിക്കുക. എവിടുന്ന് കാറ്റ് വന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ബൈബിളിന്റെ താളുകൾ ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ മറിയുന്നതാണ് അദ്ദേഹം കാണുന്നത്. പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ. പുള്ളി പ്രത്യേകിച്ച് ഒരു കാര്യം, പുള്ളി ഒരു തീരുമാനം എടുത്ത് എന്തായാലും പോകാൻ തീരുമാനിച്ചു. ഇദ്ദേഹം എനിക്കൊരു ബൈബിള് തന്നതാണ്. ഒരു പ്രാവശ്യമെങ്കിലും അതൊന്ന് നോക്കി അതിനകത്തുനിന്നൊരു വചനമൊക്കെ കണ്ട് അല്ലെങ്കിൽ അത് വായിച്ചിട്ട് നമുക്ക് പോവാം. എന്തായാലും പോകാൻ തീരുമാനിച്ചില്ല. അവൻ എനിക്ക് വളരെ സ്നേഹത്തോട് തന്നാണ്. എൻ്റെ അടുത്ത ഫ്രണ്ടാണ്, എൻ്റെ ക്ലോസസ്റ്റ് ഫ്രണ്ട്. പെട്ടെന്ന് അദ്ദേഹം താഴെ ഇറങ്ങി, കഴുത്തിന് കയറൊക്കെ ഊരി താഴെ ഇറങ്ങിയിട്ട് ഈ ബൈബിള് ഈ തുറന്നു കിടന്നൊരു ഭാഗം അദ്ദേഹം കണ്ടു. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഭാഗം ഇതാണ്: അപമാനഭാരത്താലും ദുഃഖത്താലും അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നീ ഭയപ്പെടേണ്ട, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം 100 ഇരട്ടിയായിട്ട് 200 ഇരട്ടിയായിട്ട് തിരിച്ചു തരാൻ കഴിയുന്ന ആ ദൈവത്തെ നീ വിശ്വസിക്കും.